ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ ഐഡിയൽ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പാം പാരാമീറ്റേഴ്സിനാണ്. അതായത് ചില ഒപ്പാമിൻ്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട 7 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. സോ എ ഡി സിയുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഒപ്പാം എന്താണെന്ന് പറഞ്ഞു, അതേപോലെ ഐഡിയൽ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പാമിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7 പാരാമീറ്റേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, രണ്ടാമത്തത് ഇൻപുട്ട് ബയാസ് കറണ്ട്, അടുത്തത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, സ്ലൂ റേറ്റ്, CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇത് ഓരോന്നും എന്താണ്, ഈ ഓരോ പാരാമീറ്റേഴ്സും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെന്താണെന്നുള്ളത്, അതിൻ്റെ റേഞ്ച്, അതേപോലെ അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോന്നും 1 by 1 നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. സോ ലിസൺ, എന്താ നോക്കാം. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒപ്പാമിന് ഇൻപുട്ട് ടെർമിനൽ, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. അപ്പോൾ ഇൻപുട്ട് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 0 ആവുക, അല്ലെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒബ്വിയസ്ലി എന്തായിരിക്കണം, 0 ആയിരിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ, ആക്ച്വൽ കേസിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കില്ല. മറിച്ച് എന്താണ്, ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് DC വോൾട്ടേജ് അപ്പിയർ ഇൻ ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് 0 ആയാലും പ്രാക്ടിക്കൽ കേസിൽ, ആക്ച്വൽ കേസിൽ ഔട്ട്പുട്ടിൽ ഒരു സ്മോൾ DC വോൾട്ടേജ് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ DC വോൾട്ടേജിനെ, ഈ അപ്പിയർ ചെയ്യുന്ന ഇൻപുട്ട് 0 ആയാലും ഔട്ട്പുട്ടിൽ വരുന്ന ഈ ഒരു DC വോൾട്ടേജിനെ, സ്മോൾ DC വോൾട്ടേജിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ ഒരു സ്മോൾ DC വോൾട്ടേജ് അപ്പിയർ ചെയ്യും. ഈ DC വോൾട്ടേജിൻ്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടെർമിനലുകൾക്കിടയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, it is defined as the voltage that must be applied between the two input terminal, inverting terminal and non-inverting terminal, to nullify the output when no input is applied. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 millivolt to 5 millivolt വരെയാണ് അതിൻ്റെ റേഞ്ച് വരിക. സ്മോൾ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ആണ്, 1 millivolt to 5 millivolt വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇൻപുട്ട് ബയാസ് കറണ്ട് നോക്കാം. അതായത് നമുക്കറിയാം ഒപ്പാമിന് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, അതായത് ഇൻപുട്ട് 0 ആണെങ്കിലും ഔട്ട്പുട്ടിൽ ഒരു സ്മോൾ വോൾട്ടേജ് അവിടെ അപ്പിയർ ചെയ്യും. ആ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഒപ്പാമിൻ്റെ ഓപ്പറേഷനിൽ. അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പാരാമീറ്റർ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നോക്ക്, നമ്മുടെ ഈ ഒപ്പാമിൻ്റെ പ്രോപ്പർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായ നെസസറി ആയിട്ടുള്ള കറണ്ടിനെയാണ് ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് അപ്ലൈഡ് ബോത്ത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഈ ഇൻപുട്ട് ബയാസ് കറണ്ട് ഒപ്പാമിൻ്റെ പ്രോപ്പർ ഓപ്പറേഷന് ഈ ഇൻപുട്ട് ബയാസ് കറണ്ട് വേണം. ഇത് ഇൻവേർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അപ്ലൈഡ് ആസ് എ കറണ്ട് സോഴ്സ്. ഇതൊരു കറണ്ട് സോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള ഇൻപുട്ട് ബയാസ് കറണ്ടിനെ IB1 കറണ്ട് സോഴ്സ് ആയിട്ട് കൊടുക്കും. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ളതിനെ IB2 എന്ന് പറയും. അപ്പോൾ ഒരു ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ എന്തായിരിക്കും,
IB1 ഈസ് ഈക്വൽ ടു IB2 ആയിരിക്കും. ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ IB1 ഈസ് ഈക്വൽ ടു IB2 ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ഒപ്പാമിൻ്റെ പ്രാക്ടിക്കൽ കേസിൽ IB1 നോട്ട് ഈക്വൽ ടു IB2 ആണ്. ഓക്കെ, അപ്പോൾ IB1 നോട്ട് ഈക്വൽ ടു IB2 ആകുമ്പോൾ എന്ത് ചെയ്യും, ഒപ്പാമിൻ്റെ ഓപ്പറേഷനിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് റിമൂവ് ചെയ്യാം, അതിനുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒപ്പാമിൻ്റെ പ്രോപ്പർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും കറണ്ട് സോഴ്സ് ആയിട്ട് കൊടുക്കുന്ന കറണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് ദി ഒപ്പാം. Then it is applied both at the inverting and non-inverting terminal and represented as a current source. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പാരാമീറ്ററിൽ ഇൻപുട്ട് ബയാസ് കറണ്ട്. അപ്പോൾ ഇൻപുട്ട് ബയാസ് കറണ്ട് നമ്മൾ പറഞ്ഞു IB1, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലെ ഇൻപുട്ട് ബയാസ് കറണ്ട് IB1ഉം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണെങ്കിൽ IB2 എന്നും പറഞ്ഞു അല്ലേ. ഈ ഇൻപുട്ട് ബയാസ് കറണ്ട് ഒരു ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ IB1 ഈസ് ഈക്വൽ ടു IB2 ആയിരിക്കും അല്ലേ. പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, അത് ഡിഫറെൻ്റ് ആയിരിക്കും, IB1 നോട്ട് ഈക്വൽ ടു IB2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, അതായത് IB1ഉം IB2ഉം, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെയും ബയാസ് കറണ്ടിൻ്റെ ഡിഫറൻസ്, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുക IOS എന്നാണ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് IB1. നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുക, IB1 മൈനസ് IB2, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെയും ബയാസ് കറണ്ടിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടിൻ്റെ ഒരു റേഞ്ച് എത്രയാണെന്നുള്ളത് നോക്കാം. അതായത് ഒപ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഈ പിന്നെ നമ്മൾ BJT ഉപയോഗിച്ചിട്ടുള്ള ഒപ്പാമുണ്ട്, അതേപോലെ FET ബേസ്ഡ് ആയിട്ടുള്ള ഒപ്പാമുണ്ട്. അപ്പോൾ BJT ബേസ്ഡ് ആയിട്ടുള്ള ഒപ്പാം ആണെങ്കിൽ അതിൻ്റെ IOSൻ്റെ റേഞ്ച്, അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് റേഞ്ച് നാനോ ആംപിയർ റേഞ്ചിലാണ്. BJT ഉപയോഗിച്ചിട്ടുള്ള ഒപ്പാം ആണെങ്കിൽ, BJT ബേസ് ചെയ്തിട്ടുള്ള ഒപ്പാം ആണെങ്കിൽ നാനോ ആംപിയർ റേഞ്ചിലാണ് അതിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് വരുന്നത്. ഇനി FET ബേസ്ഡ് ആയിട്ടുള്ള ഒപ്പാം ആണെങ്കിൽ അതിൻ്റെ പീക്കോ ആംപിയർ ബേസ്ഡ് ആയിട്ടുള്ള പീക്കോ ആംപിയർ റേഞ്ചിലാണ് അതിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് വരുന്നത്. അപ്പോൾ ഒരു ഒപ്പാമിൻ്റെ പെർഫെക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ IOS, അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഷുഡ് ബി ലീസ്റ്റ് ആസ് പോസിബിൾ. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്ര. കാരണം ഈ ഡിഫറൻസ് മാക്സിമം ചെറുതായാലാണ് ഒപ്പാമ പെർഫെക്റ്റ്. ഈക്വൽ ആയിക്കഴിഞ്ഞാൽ, ഡിഫറൻസ് 0 ആയിക്കഴിഞ്ഞാൽ ഐഡിയൽ ഒപ്പാമായി അല്ലേ. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഇത് ഏറ്റവും മിനിമം ലീസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. എത്രത്താണോ പോസിബിൾ അത്രയും കൊണ്ടുവരാൻ പറ്റണം. ഇതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ബയാസ് കറണ്ട് അറ്റ് ദ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. IOS ഈസ് ഈക്വൽ ടു IB1 മാഗ്നിറ്റ്യൂഡ് ഓഫ് IB1 മൈനസ് IB2. അടുത്ത നാലാമത്തെ പാരാമീറ്റർ ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒപ്പാമിൻ്റെ ഇൻപുട്ട് സൈഡിൽ രണ്ട് ടെർമിനൽ, ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇൻവെർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലും ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 100 കിലോ ഓം ടു 1 മെഗാ ഓം റേഞ്ചിലാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഇൻപുട്ട് ഇമ്പിഡൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഇമ്പിഡൻസും ഉണ്ട്, കോമൺ മോഡ് ഇൻപുട്ട് ഇമ്പിഡൻസും ഉണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ബിറ്റ്വീൻ ആയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, അതായത് ഇതിപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടോട്ടൽ റെസിസ്റ്റൻസിനാണ് ZNനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി കോമൺ മോഡ് ഇൻപുട്ട് ഇമ്പിഡൻസ്, രണ്ടാമത്തെ ടൈപ്പ് കോമൺ മോഡ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ്, അതായത് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 1 ഇൻപുട്ട് ടെർമിനൽ, അതായത് ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനൽ, 1 ഇൻപുട്ട് ടെർമിനലും അതേപോലെ രണ്ടാമത്തെ ഇൻപുട്ട് ടെർമിനൽ വെൻ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ഓക്കെ, കോമൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഇൻപുട്ട് ടെർമിനലും രണ്ടാമത്തെ ഇൻപുട്ട് ടെർമിനൽ കോമണിൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കോമൺ മോഡ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഡെഫിനിഷൻ അല്ലെങ്കിൽ നോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇൻപുട്ട് ഇമ്പിഡൻസ്,
it is defined as the total resistance between the inverting terminal and non-inverting terminal, range between 100 kilo ohm to 1 mega ohm. ഇതിനെ തന്നെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് കോമൺ മോഡ് ഇൻപുട്ട് ഇംപിഡൻസ്. അപ്പോൾ കോമൺ മോഡ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ ഇൻപുട്ട് ടെർമിനൽ ആൻഡ് അതർ ടെർമിനൽ വെൻ കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അതായത് ഒരു ഇൻപുട്ട് ടെർമിനലും രണ്ടാമത്തെ ഇൻപുട്ട് ടെർമിനൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് കോമൺ മോഡ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പാരാമീറ്റർ ആണ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് അതേപോലെ തന്നെയാണ്. അതായത് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ടെർമിനൽ ആൻഡ് ഗ്രൗണ്ട്. ഔട്ട്പുട്ട് ടെർമിനലും ഗ്രൗണ്ടിൻ്റെ ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് 40 ഓം ടു 100 ഓം ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ടെർമിനൽ ആൻഡ് ദ ഗ്രൗണ്ട്, റേഞ്ച് ബിറ്റ്വീൻ 40 ഓം ടു 100 ഓം. ഇനി ആറാമത്തെ പാരാമീറ്റർ ആണ് സ്ലീവ് റേറ്റ് എന്ന് പറയും. അപ്പോൾ സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജിന് റെസ്പോണ്ട് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിനെയാണ് നമ്മൾ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി ഔട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ്. സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് റെസ്പോണ്ട് ആയിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഡെൽറ്റ വി ഔട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വി ഔട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് വി മാക്സ് ടു മൈനസ് വി മാക്സ്, ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്, പ്ലസ് വി മാക്സ് മൈനസ് വി മാക്സ്, അതിനെയാണ് ഡെൽറ്റ വി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീവ് റേറ്റ് നമുക്ക് മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. അതായത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ ഫാസ്റ്റ് ദ ഔട്ട്പുട്ട് ഫോളോ ദ ഇൻപുട്ട് സിഗ്നൽ. അതായത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് സിഗ്നൽ എന്തായിട്ട് ഇൻപുട്ടിനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മെഷറായിട്ട് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ലീവ് റേറ്റിന് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. സ്ലീവ് റേറ്റ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ റെസ്പോൺസ് ടു ദി സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ്. സ്ലീവ് റേറ്റ് ഈസ് ഈക്വൽ ടു delta V out by delta T, where delta V out is equal to plus V max minus V max. Also defined, slew rate is also defined as measure of how fast the output can follow the input signal. So അടുത്ത ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് CMRR എന്ന് പറയും, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ എന്താ CMRR നോക്കാം. നമുക്കറിയാം ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്, ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും. സോ V1 എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജും V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജും ആണെങ്കിൽ V1 മൈനസ് V2 എന്തായിരിക്കണം, 0 ആയിരിക്കണം ഐഡിയൽ ഒപ്പാമിൻ്റെ കേസിൽ. പക്ഷേ പ്രാക്ടിക്കലി എന്തല്ല, അവിടെ 0 ആയിരിക്കില്ല, അവിടെ ഒരു സം വാല്യൂ ഉണ്ടാവും, ചെറിയൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ആ ഒരു ഇൻപുട്ട് ടെർമിനലിൽ ചെറിയൊരു വാല്യൂ, അതായത് ഇംപെർഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു, ആ വാല്യൂവിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ സിഗ്നൽ മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ സിഗ്നലിൻ്റെ ഗെയിനെയാണ് നമ്മൾ AD എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വാല്യൂ ഡിഫറൻസ് അല്ലേ, ആ ഡിഫറൻഷ്യൽ സിഗ്നലിൻ്റെ ഗെയിനെയാണ് നമ്മൾ AD എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് പുറമെ, ഈ ഡിഫറൻഷ്യൽ സിഗ്നലിന് പുറമെ അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻ ഫേസിലായിട്ട് അൺവാണ്ടഡ് സിഗ്നൽ അല്ലെങ്കിൽ നോയ്സ് ഒക്കെ പോലുള്ള അൺവാണ്ടഡ് സിഗ്നലും ഇവിടെ എന്തുണ്ടാവും, അവിടെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ അൺവാണ്ടഡ് സിഗ്നലിനെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുക. അപ്പോൾ നോയ്സ് പോലുള്ള ഈ അൺവാണ്ടഡ് സിഗ്നലിനെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ മോഡ് സിഗ്നൽ. ആ കോമൺ മോഡ് സിഗ്നലിൻ്റെ ഗെയിനിനെ നമ്മൾ പറയുന്ന പേരാണ് AC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയേഷൻ, സ്മോൾ വാല്യൂ, ആ വാല്യൂവിന് കൂടെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻ ഫേസ് ആയിട്ട് അവിടെ എന്തുണ്ട്, സം അൺവാണ്ടഡ് സിഗ്നൽസ്, നോയ്സ് ഒക്കെ ഉണ്ടാവും. ആ അൺവാണ്ടഡ് സിഗ്നലിനെയാണ് കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുക. അതിൻ്റെ ഗെയിനിനെ നമുക്ക് AC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ CMRR എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ മോഡ് സിഗ്നലിനെ റിജക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ ഈ കോമൺ മോഡ് അൺവാണ്ടഡ് സിഗ്നലിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഈ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ AD ആൻഡ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ സിഗ്നൽ ഗെയിനും അതേപോലെ കോമൺ മോഡ് സിഗ്നൽ ഗെയിൻ്റെയും റേഷ്യോ. അതിനെ ഡെസിബലിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക.
20 log AD/AC in decibel. ഓക്കെ, ഡെസിബലിലാണ് നമ്മൾ CMRR റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. CMRR, common mode rejection ratio. It is the ability of the amplifier to reject the common mode signal during the amplification process. അതായത് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ ഈ കോമൺ മോഡ് സിഗ്നലിനെ, അൺവാണ്ടഡ് സിഗ്നലിനെ റിജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ CMRR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഡെസിബൽ. CMRR ഈസ് ഈക്വൽ ടു AD/AC. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒപ്പാമിൻ്റെ, ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ പാരാമീറ്റേഴ്സ്, പ്രധാനപ്പെട്ട 7 പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നോട്ടും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പ്രധാനപ്പെട്ട ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട 7 പാരാമീറ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒപ്പാമിനെ കുറിച്ചുള്ള ബേസിക്സും അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സും ഇന്ന് നമ്മൾ പാരാമീറ്റേഴ്സും ഡിസ്കസ് ചെയ്തു. സോ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കുക, നന്നായിട്ടൊന്ന് എഴുതി നോക്കുക. ഡു വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.